ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ പുതിയ വ്ളോഗ്. ഞാൻ രാവിലെ ഉറങ്ങി എണീച്ച് അങ്ങനെ വന്നതാ. അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ കണ്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടെന്നാ പറയല്. നിങ്ങളെന്താ പറയുന്നത് കമൻറ്റ് ചെയ്യാം കേട്ടോ. വലുതാവുന്നതേ ഉള്ളൂ, കുഞ്ഞി പയറാണ്. പയറൊക്കെ വലുതാവണം. ചീര അറിയില്ലേ ഗൈസ്? ചീര മൂത്താൽ ഇങ്ങനെ ഉണ്ടാവും. മൂത്ത് കഴിഞ്ഞ ചീരയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വിത്തെല്ലാം ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ വിത്ത്, ചീരയുടെ വിത്ത്. ഇതൊന്നും എടുക്കൽ കൊള്ളാലേ. സൂര്യൻ്റെ വെളിച്ചത്തിൽ ചീര ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ഈ ചെടികളൊക്കെയും പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ കുറച്ചധികം കൃഷി ചെയ്യലുണ്ട്, ഉണക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇതാക്കണ്ടോ, ഇതാണ് ഗൈസ് ചെരങ്ങ. ചെരങ്ങാന്ന് നമ്മൾ പറയും, നിങ്ങൾ പറയും മത്തങ്ങ ആയിരിക്കും. മത്തൻ എന്നൊക്കെ പറയുന്ന സാധനം ഇത് കുഞ്ഞാണ്, വലുതാണത്രേ. ഇതാണ് അതിൻ്റെ വള്ളി. അത് ക്രീപ്പറാണല്ലോ, അപ്പോൾ ഫുള്ള് നിലത്ത് പടർന്നിട്ട് ഉണ്ട്. ചീര നല്ല ചുമച്ചുമുള്ള ചീര. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു തൈയാണ്. ഇത് നരമ്പനും പാവയ്ക്കെല്ലാം തോന്നും, പക്ഷേ വലുതാണ്. വലുതാകുമ്പോൾ നമ്മൾ ഇത് ക്ലൈംബർ ആയതുകൊണ്ട് ഇതിന് തൂണൊക്കെ കെട്ടിക്കൊടുക്കും. അപ്പോൾ അത് പടർന്ന് പിടിക്കലാണ് ചെയ്യുന്നത്. നമ്മളെ വാട്ടർ സോഴ്സ് നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു കുഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. അതിൽ നിന്നാണ് വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിക്കൽ, പാനി കൊണ്ട്. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ നല്ലതാണല്ലോ ശരിക്കും. ചെയ്യാത്ത കണ്ടത്തിൽ മൊത്തം ഈ തുമ്പ മുളച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് തുമ്പ അറിയോ? അറിയുന്നവരുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും അറിയാത്തവരുണ്ടാവും. നല്ല രസമായി പൂ കാണാൻ. എന്താ തുമ്പ പൂവും പൂക്കും ആ തുമ്പ. ആണ് ഗൈസ് മുട്ടാമ്പി. നിങ്ങൾക്ക് മുട്ടാമ്പി അറിയാം? ഇതിൻ്റെ വേറെ പേര് എനിക്കറിയില്ല. പൊട്ടിക്ക. നമ്മളെ ഒരു ദേശത്തിൻ്റെ കഥയിൽ പറയുന്നത് പൊട്ടിക്കയുണ്ട്. ആ പൊട്ടിക്കയാണ് ഈ പൊട്ടിക്ക. ഇത് പഴുത്ത് കഴിഞ്ഞെങ്കിൽ ഈ കളറുണ്ടാവും, ഒരു യെല്ലോയിഷ് പോലെ, അല്ലെങ്കിൽ പച്ച കളർ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ പൊട്ടിക്കും. അയ്യോ, അത് പോയി ഗൈസ്. അതാണ് നമ്മൾ തിന്നേണ്ടത്. ഇത് നമ്മൾ പണ്ടെല്ലാം കുറേ പറക്കി തിന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക. ആനക്കൊമ്പൻ വെണ്ടയ്ക്ക എന്നാണ് ഇതിൻ്റെ പേര് പോലെ തന്നെയാണിത് കാണാൻ. ഒരു പക്ഷിക്കൂട്, പക്ഷെ ഇത് കൂട് താഴെ വീണുകൊണ്ട് പക്ഷി പോയിട്ടുണ്ടാവും. മുട്ടയൊന്നുമില്ല ഗൈസ്. ഇതൊക്കെ ഉണ്ടോ? നല്ല രസമല്ലേ? എനിക്കിഷ്ടമാണ് ഇങ്ങനെ. ഞാൻ വിചാരിക്കലുണ്ട് ചില സമയത്ത് ചെറുതായിരിക്കുമ്പോൾ, എപ്പോഴും വിചാരിക്കട്ടെ ചെറുതായിരിക്കുമ്പോൾ അല്ല, ഇതുപോലത്തെ പക്ഷിക്കൂട് എനിക്ക് കിട്ടണേ. എന്നിട്ട് ആ മുട്ട വിരിയിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ തീറ്റയെല്ലാം കൊടുത്ത് വലുതാക്കിയിട്ട് ഐറ്റങ്ങളെ പറത്തി വിടണം എന്നല്ല ഞാനിങ്ങനെ വിചാരിക്കലുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ വെറുതെ എടുത്തൊരു കുഞ്ഞു വ്ളോഗാണിത്. എനിക്കിഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.